ഒരു കാര്യം കൂടി, ഇപ്പോ രാജസ്ഥാനിലാണല്ലോ ഒരു സീറ്റ് ജയിച്ചിരിക്കുന്നത്, അമ്രാറാം അല്ലേ, സിക്കാറില്. അപ്പൊ അമ്രാറാമിന് ഇത്തവണ തിളക്കമാർന്ന വിജയമാണ്. 50.7% വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് 6,59,000 വോട്ടുകൾ നേടിയപ്പോൾ സ്വാമി സുമേധാനന്ദ സരസ്വതി ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് 45.1% വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. രസകരമായ കാര്യം, ഈ മണ്ഡലത്തിൽ തൊട്ടുമുമ്പ് അമ്രാറാം 2019 ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. അന്ന് CPM സ്ഥാനാർത്ഥി അമ്രാറാം ഒറ്റയ്ക്ക് നേടുന്നത് 31,462 വോട്ടുകൾ മാത്രമാണ്. ഒറ്റയ്ക്ക് നിന്ന് 31,462 വോട്ടുകൾ മാത്രം, 2.37% വോട്ടുകൾ മാത്രം നേടിയ മണ്ഡലത്തിൽ അന്ന് മത്സരിച്ച സുഭാഷ് മഹാരിയയ്ക്ക് കിട്ടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 4.25 ലക്ഷം വോട്ടാണ്. അതായത് കോൺഗ്രസിന് 4.25 ലക്ഷം വോട്ട് സ്വന്തമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ 31,000 വോട്ടുകൾ ഉള്ളപ്പോൾ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ അമ്രാറാം. അതായത് കേരളത്തിലെ ഒരു സീറ്റിന്റെ ക്രെഡിറ്റ് മാത്രമേ CPM-നുള്ളൂ. DMK-യുടെ ബലത്തിൽ തമിഴ്നാട്ടിൽ 2 സീറ്റ്, കോൺഗ്രസിന്റെ ബലത്തിൽ കോൺഗ്രസിന് വോട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് 31,000 വോട്ട് മാത്രമേ. അങ്ങനെയാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരെ പ്രചാരണം സംഘടിപ്പിച്ചവരുടെ യഥാർത്ഥ സ്ഥിതി.